ദേവി 18 തേങ്ങ ഉടച്ചാക്കാവേ. വിളിച്ചാ വിളിപ്പുറത്താണ് കേട്ടാ. വിളിച്ചെന്നാ? ഞാൻ വിളിച്ചില്ല, വിളിച്ചാ വിളിപ്പുറത്താണ് ഇവിടുത്തെ ദേവി. എന്ത് കാര്യം സഹിക്കും, ഞാൻ 18 ഉടച്ചില്ല രാവിലെ. ഇത്രയൊന്നും വേണമെന്നില്ല, കുറച്ച് മതി. തേങ്ങ ഉടക്കണം, അതാണ് ഇവിടുത്തെ വഴിപാട്. തേങ്ങ കൊണ്ടുവന്നുണ്ട്. ഉണ്ടാ, അതറിഞ്ഞാ മതി. എന്റെ കൂട്ടുകാരൻ പറഞ്ഞായിരുന്നേ, ഇവിടെ ഒന്ന് തേങ്ങ ഉടച്ചാൽ മതി, എല്ലാ പ്രശ്നം മാറിക്കിട്ടും. വേറൊരു സംഭവം ഉണ്ട്. കുറച്ചു മുമ്പ് രണ്ടുപേരും തേങ്ങ ഉടച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 2 ഓടി. രണ്ടുപേരും ഓടിയാ? രണ്ടുപേരും ഓടിയെന്നല്ല, 2 കോടി ലോട്ടറി അടിച്ചു. ദേവി ദൈവമേ, പ്രാർത്ഥിച്ചു. ഞാൻ 5 കോടി എടുത്തേക്കാം. ഫലമുണ്ടാകും കേട്ടാ. തേങ്ങ ഉടച്ചോ, ഉടച്ചോ, മതി, കാര്യം സാധിക്കും. തല കറങ്ങിയല്ലേ ഞാൻ പറഞ്ഞ. ഞാൻ ഉടക്കണം. ഞാൻ ഉടച്ചോളാം. തല പാളി പോലെ പോയി. ഒരുപാട് അഭ്യാസം നമ്മുടെ കാര്യം സാധിച്ചാ പോരെ. മുടക്കിയ ചേട്ടനാരെ മനസ്സിലായില്ല? ഞാൻ തേങ്ങയുടെ അതാണല്ലോ ഇവിടെ കിടന്ന് കറങ്ങണ, എനിക്ക് തോന്നി. നമ്മളിതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ച് ചമ്മന്തി ഇറക്കാൻ പോണില്ലേ? പായസം വെക്കണ്ടേ? ഇതാ നിവേദ്യം അമ്പലത്തില് ഈ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വേണം. ആണല്ലേ? ഉടച്ചോ ദേവി, കാത്തിരിക്കണേ. അയ്യോ, എന്താണ്? ഞാൻ കല്ലുതരയിട്ടാണ് പൊട്ടിച്ചെതറി പോണി. 6 കഷ്ണമെങ്കിലും കിട്ടണം. പൊട്ടിയില്ല പിന്നെ നിങ്ങളുടെ അടുത്ത് വീണ്ടും പൊട്ടിക്കില്ല, അതുകൊണ്ടാണ്. ദേവി എന്റെ സുഹൃത്തെ, ഞാനിതൊന്ന് ഉടക്കട്ടെ. കുഴപ്പമില്ല. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് താൻ എന്താ ആക്രാന്തമായി കാണിക്കണത്? ചേട്ടൻ പൊട്ടിച്ചോ? ഇത് ഞാൻ ഉടച്ചിട്ട് പെറുക്കെടുത്തുകൊണ്ടുള്ള പരിപാടിയാണല്ലോ. ഒരുപാട് ഭക്തരെ ആൾക്കാർ പുറകെ ക്യൂ ആണ് തേങ്ങ ഉടക്കാൻ വേണ്ടിട്ട്. ഓരോരുത്തർ ഉടച്ചു മാറ്റാണ് അടുത്ത ആള് കയറാനായിട്ട്. അപ്പൊ ഞാനിത് ഉടച്ചിട്ട് താൻ എടുത്തുകൊണ്ട് പോകും. തേങ്ങയുടെ വില എന്താന്ന് എനിക്കറിയാം. 16 രൂപ. എടോ, അവനവൻ ഉടക്കണം, അവനെ എടുത്തോണ്ട് പോട്ടെ. അയ്യോ, അങ്ങനെ പറ്റൂല. ഇത് മൊത്തത്തില്. എന്ത് മൊത്തത്തില്? 6 പേര് കോൺട്രാക്ട് എടുത്തത്. പിന്നെ എന്ത് കോൺട്രാക്ട് ആണെന്നറിയോ? ഞാൻ കോൺട്രാക്ടാണ്. ഞാൻ ഉടക്കണ തേങ്ങ താൻ എടുത്തുകൊണ്ടോ എങ്ങനെ ശരിയാവണേ? എന്റെ ചേട്ടാ, അമ്പലത്തിലെ വിശ്വാസമല്ലേ എല്ലാത്തിലും വലുത്. എന്നാ വിശ്വാസമായിക്കോട്ടെ കേട്ടാ. തേങ്ങ ഞാൻ ഇവിടെ ഉടക്കുമ്പോ താൻ എടുത്തുകൊണ്ടോ അല്ലേ? അപ്പൊ ചേട്ടൻ തേങ്ങ ഉടക്കില്ല, അതുകൊണ്ട് പോകണം. ഞാൻ തേങ്ങ ഇവിടെ ഉടക്കാൻ നേരത്തെ എടുത്തുകൊണ്ടോ അല്ലേ? അതല്ലേ? ഇനി താൻ എടുക്കണം, എനിക്കൊന്ന് കാണണമല്ലോ.